നമുക്കറിയാവുന്ന പോലെ വത്തിക്കാൻ സ്ക്വയറിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതിനു മുമ്പായിട്ട് പരിശുദ്ധ ലിയോൺ 14 മാർപ്പാപ്പ വിശുദ്ധ പത്രോസ്ലിഹായുടെ ടൂമ്പിലേക്ക് പോകും. അതായത് സെന്റ് പീറ്റർ ബസിലിക്കയുടെ ക്രിപ്റ്റിൽ ഉള്ള ടൂമ്പിനോടടുത്തുള്ള ഓൾട്ടറിൽ, പത്രോസ്ലിഹായുടെ ഓൾട്ടറിൽ പോയി പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുണ്ട് അവിടെ. അതായത് 2 ഈസ്റ്റേൺ ചർച്ചസിന്റെ പാട്രിയാർക്ക് അക്കമ്പനി ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ 2 ഡീക്കൻസും ഉണ്ടാവും. ഇവരവിടെ പോയിട്ട് പത്രോസ്ലിഹായുടെ ഹോട്ടലിൽ, ടൂമ്പിനടുത്തുള്ള ഹോട്ടലിൽ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ചൊല്ലി ധൂപാർച്ചന നടത്തി പരിശുദ്ധ പിതാവ് സ്വീകരിക്കുന്ന പാലിവും മോതിരവും, അതായത് മുക്കുവിന്റെ മോതിരം, ഫിഷർമെൻസ് റിങ്ങും, അത് എടുത്തുകൊണ്ട് അത് പ്രൊസഷനായിട്ട് വരും. 2 ഡീക്കൻസും 2 പാട്രിയാർക്സും പാപ്പയും പ്രൊസഷനായിട്ട് വരും. അതപ്പോൾ പ്രൊസഷനായിട്ട് വരുമ്പോൾ ലുത്തിന് ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. ഇവരുടെ ഒപ്പം പാലിയവും വിശുദ്ധ ബൈബിളും സുവിശേഷത്തിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ മുക്കുവിന്റെ മോതിരവും ഉണ്ടായിരിക്കും. അപ്പോൾ ലുത്തിന് ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. അതായത് കാലം മറിഞ്ഞു പോയ എല്ലാ വിശുദ്ധ പോപ്പിനെയും വിളിച്ചുകൊണ്ടും വിശുദ്ധ രക്തസാക്ഷികളെയും അതുപോലെ തന്നെ വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധരെ എല്ലാം വിളിച്ചപേക്ഷിച്ചുകൊണ്ടുള്ള ലുത്തിനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഇവര് പിയാച്ചയിലെ, നമ്മുടെ പുറകിൽ കാണുന്ന പിയാച്ചയിൽ മെയിൻ ഓൾട്ടറിൽ പുറത്ത് റെഡിയാക്കിയിരിക്കുന്ന ഓൾട്ടറിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വരിക. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എത്തിയതിനു ശേഷം ആളുകളെ ഹോളി വാട്ടർ, അതായത് ഈസ്റ്റർ സീസൺ ആകുമ്പം വിശുദ്ധജലം തെളിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനുശേഷം ഗ്ലോറിയ പാടും. അതിനുശേഷം വായനകളുണ്ട്. വായനകൾക്ക് ശേഷമാണ് മെയിൻ കർമ്മങ്ങൾ ആകുന്നത്. അതായത് സ്ഥാനാരോഹണം തന്നെ പറയാം. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ 3 കാർഡിനൽമാരുണ്ടായിരിക്കും. അതായത് 3 കാർഡിനൽമാർ എന്ന് പറയുന്നത് 3 കോണ്ടിനെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ഒരു കാർഡിനൽ ഡീക്കനും 1 കാർഡിനൽ പ്രീസ്റ്റും 1 കാർഡിനൽ ബിഷപ്പുമായിരിക്കും ഈ 3 പേര്. അപ്പൊ ഈ 3 പേര് ആദ്യത്തെ ആൾ വന്ന് വിശേഷമായതിനു ശേഷം വന്ന് പാപ്പയ്ക്ക് പാലിയും സമ്മാനിക്കും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. അതിനുശേഷം രണ്ടാമത്തെ കാർഡിനൽ വന്ന് പ്രത്യേക പ്രാർത്ഥന ചെല്ലും. അതായത് പരിശുദ്ധ പിതാവിന് ക്രിസ്തുവിന്റെ പ്രത്യേക സഹായവും സാന്നിധ്യവും തന്റെ പേപ്പസിയിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ 3ാമത്തെ കാർഡിനലാണ് ഫിഷർമെൻസ് റിങ് ഓഫർ ചെയ്യുക പോപ്പിന്. അത് പ്രത്യേക പ്രാർത്ഥന ചൊല്ലി, അതായത് കർത്താവായ ക്രിസ്തുവിനെ പ്രത്യേകമായിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് പത്രോസ്ലിഹ ഏറ്റു പറഞ്ഞ ആ വചനം പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഒഫീഷ്യലായിട്ട് പത്രോസിന്റെ സക്സസർ എന്ന നിലയിൽ ആ ഫിഷർമാന്റെ പരിശുദ്ധനെ പിതാവിനെ ഏൽപ്പിക്കുകയും കൂടെ അണിയിക്കുകയും കൂടെ ചെയ്യും. അതിനുശേഷം പരിശുദ്ധ പിതാവ് സുവിശേഷം എടുത്തുകൊണ്ട് ഈ പിയാച്ചിലുള്ള എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഗ്രീക്കിൽ ഇപ്രകാരം പറയും, അത് മുൾത്തൂസ് ആനോസ്, അതായത് മെനി മോർ ഇയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ബ്ലെസ് ചെയ്യും. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ആ നിമിഷം മുതൽ പരിശുദ്ധ പിതാവ് ലോകത്തിന്റെ 1.4 ബില്യൺ വിശ്വാസികളുടെ ഒഫീഷ്യലായിട്ട് തന്റെ മിഷൻ പൊന്തിഫിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 12 ലോകത്തിന്റെ ഫലമുള്ള 12 വിശ്വാസികൾ മുന്നോട്ട് വന്ന് പരിശുദ്ധ പിതാവിന് മുമ്പിൽ തങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിക്കും. നമുക്കറിയാം 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ റെപ്രസെന്റിങ് ദ എൻറ്റയർ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ വിശ്വാസികളും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 12 പേര് പാപ്പയുടെ മുമ്പിൽ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ വിധേയത്വവും പ്രഖ്യാപിക്കും. അങ്ങനെ ഇവിടെയുള്ള പിയാച്ചിലുള്ള എല്ലാ ജനങ്ങളും, ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും എല്ലാം ഈ നമ്മുടെ ഇടയനായ പാപ്പയുടെ അടിയിൽ നമ്മൾ വരികയാണ്. ഒഫീഷ്യലായിട്ടും അഡ്മിനിസ്ട്രേഷനായിട്ടും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടും പത്രോസിന്റെ സക്സസർ എന്ന നിലയിലും. അപ്പൊ എങ്ങനെയാണ് പിന്നെ അതിനുശേഷം പരിശുദ്ധ ഹോമിലി ഉണ്ടായിരിക്കും. പിന്നെ വിശുദ്ധ കുർബാന പതിവ് പോലെ തുടരുന്നതായിരിക്കും. ഓക്കെ അച്ഛാ, മറ്റൊരു കാര്യം, ഇപ്പോൾ അവിടെ നടക്കുന്ന കർമ്മങ്ങൾ എന്താണ്? ഇപ്പോൾ കർദ്രാൾമാരും മെത്രാന്മാരും എല്ലാം തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വരുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം അവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതെ, ഇപ്പോൾ പ്രാർത്ഥന, ഇപ്പൊ കൊയറാണ് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. തിരുക്രമങ്ങൾ ഇതുവരെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ സ്ഥാനത്ത് ഫ്രണ്ടിൽ തന്നെ വൈദികർക്ക് പ്രത്യേകമായി
പേർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ വിശ്വാസികൾക്കുണ്ട്. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബിഷപ്പുമാർക്കും കടൽമാർക്കുമുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തിരുക്കർമ്മങ്ങൾ തുടങ്ങിയിട്ടില്ല, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചുള്ള ഒരു 200ഓളം ഡെലഗേഷൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവരുടെ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഇറ്റാലിയൻ പ്രസിഡന്റ് ഉണ്ട്, ഇറ്റാലിയൻ പ്രസിഡന്റ് മത്തരല്ല, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മെലോനി, അതുപോലെ തന്നെ യു.എസിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ US വൈസ് പ്രസിഡന്റ് ജെയിംസ് ഡേവിഡ് വാൻസ് ഉണ്ട്, പിന്നെ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും പ്രത്യേകമായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഗാലറിയിലായിരിക്കും അവര് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചടങ്ങുകൾക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊയർ അതിന്റെ പാട്ടുകൾ ഒക്കെ പാടി തുടങ്ങി. വളരെ ഒരു സ്പിരിച്വലായുള്ള ആംബിയൻസ് തന്നെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതായാലും ഈ വരും നിമിഷങ്ങളിൽ ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി.